കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതുപോലെ വളർന്നുവരുന്ന ഒരു യുവത്വത്തിൻ്റെ നാശത്തിലൂടെ നമുക്കുണ്ടാകുന്ന ദേശീയ നഷ്ടം, ഇത്തരം കാര്യങ്ങളെ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതിനും ഒരു എക്സ്ട്രീം ബിഹേവിയറായിട്ടുള്ള സൂയിസൈഡിലേക്ക് വരെ ചെന്നെത്താൻ സാധിക്കുന്ന ഈ വൈകല്യം, അതിൻ്റെ വ്യത്യസ്ത അളവുകളിൽ കുട്ടികളുടെ സ്വഭാവത്തിലും അവരുടെ പഠനത്തിലും അവരുടെ പ്രവൃത്തിയിലുമൊക്കെ പ്രതിഫലിക്കുന്നത് എങ്ങനെ തടയാം, അതിൻ്റെ സൂചനകൾ എന്തൊക്കെയാണ് എന്നൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതിന് ഉതകുന്ന ഒരു വർക്ക്ഷോപ്പാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ മൂന്നാമത്തെ ഘട്ടത്തിലുള്ള വർക്ക്ഷോപ്പാണ്. ആദ്യം സംസ്ഥാന തലത്തിൽ, പിന്നീട് മേഖലാ തലത്തിൽ, ഇപ്പോൾ അത് ജില്ലാ തലത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ 3 തലത്തിലും കൂടി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ പ്രായോഗികതയുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് ഒരു മോഡ്യൂൾ തയ്യാറാക്കി ഇനി അടുത്ത് സ്കൂൾ തലത്തിലേക്കുള്ള ശില്പശാലകളിലേക്കും ആക്ഷൻ പ്രോഗ്രാമിലേക്കും പോകുവാനാണ് യൂണിസെഫും കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനും ചേർന്ന് പദ്ധതിയിട്ടിരിക്കുന്നത്. പബ്ലിക്കിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള അവസാന ഘട്ടം എന്ന് പറയാവുന്ന ഈ ശില്പശാല ഇനി ചെന്നെത്തുന്നത് സ്കൂളുകളിൽ കുട്ടികളും പാരൻസും ടീച്ചേഴ്സും അടങ്ങുന്ന ഒരു സമൂഹത്തിലേക്കാണ്. അപ്പോൾ അതിന് ഒരു അന്തിമ രൂപം നൽകുന്ന ഒരു ശില്പശാല എന്ന ഗൗരവം ഈ ജില്ലാതല വർക്ക്ഷോപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് കാര്യങ്ങൾക്ക് ഉള്ള സമയം കുറച്ചുകൊണ്ട് അക്കാഡമിക് കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകി ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശവും അതുതന്നെയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഈ ശില്പശാലയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ആദരണീയനായ MLA ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നിർവഹിക്കും. ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നമായ സംസ്ഥാനം കേരളമാണ്. സാക്ഷരത സമ്പൂർണ്ണമാക്കിയ സംസ്ഥാനം കേരളമാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കൗമാരക്കാരുടെ ഇടയിൽ മാത്രമല്ല, മുതിർന്ന തലമുറയിൽപ്പെട്ടവരുടെയും ആത്മഹത്യാ നിരക്കെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഞാനതിൻ്റെ സ്ഥിതിവിവര കണക്കുകളിലേക്കൊന്നും കടക്കുന്നില്ല. എന്തുകൊണ്ടാണ് കേരളത്തെപ്പോലെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം വന്നു ചേർന്നത് എന്ന് ആത്മപരിശോധന നടത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഈ രംഗത്ത് യൂണിസെഫുമായി ചേർന്നുകൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുതിർന്ന തലമുറയിൽപ്പെട്ടവരുടെ ആത്മഹത്യ കേരളത്തിൽ പലപ്പോഴും ചർച്ചാ വിഷയമാവാറുണ്ട്. ഇടക്കാലത്ത് കർഷകരുടെ ആത്മഹത്യ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ആ ആത്മഹത്യ വീണ്ടും വയനാട് പോലെയുള്ള ജില്ലകളിൽ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്ത് വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആത്മഹത്യ ചെയ്യാൻ ഒരു മനുഷ്യൻ തയ്യാറാവുന്നത് അവന് ജീവിതത്തിലെ എല്ലാ അഭയവും നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോഴാണ്. ദാരിദ്ര്യവും കാർഷിക കടവും മാത്രമാണ് മൊത്തത്തിലുള്ള ആത്മഹത്യക്ക് കാരണം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതിനേക്കാളേറെ ദാരിദ്ര്യമുള്ള, ഇതിനേക്കാളേറെ കാർഷിക കടമുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നമ്മുടെ രാജ്യത്ത് ഇത്രയധികം ആത്മഹത്യ നടന്നിട്ടില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് താളും തവരയും അരിഞ്ഞു തിന്നിരുന്ന, മനുഷ്യൻ്റെ ഭക്ഷണത്തിന് പോലും ആശ്രയമില്ലാതിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുള്ള കാലത്ത് വളരെ അപൂർവമായി മാത്രമേ ആത്മഹത്യ നടന്നിട്ടുള്ളൂ.
ഇന്ന് അനങ്ങിയാൽ ആത്മഹത്യയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യ ഉണ്ടാവുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ മനഃശാസ്ത്രജ്ഞന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും നടത്തുന്ന പഠനങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ 10-30 കൊല്ലമായി മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ജീവിത വീക്ഷണത്തിൽ വന്ന അടിസ്ഥാനപരമായ മാറ്റങ്ങളും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് കാണുവാൻ സാധിക്കും. ഇന്ന് കൗമാരക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ചും സ്കൂളിലെ റിസൾട്ട് അറിയുമ്പോൾ, SSLC പരീക്ഷയുടെ റിസൾട്ട് അറിയുമ്പോൾ, +2വിൻ്റെ റിസൾട്ട് അറിയുമ്പോഴൊക്കെ അനേകം കൗമാരപ്രായക്കാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. വീട്ടിൽ TV കാണണ്ട എന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെട്ട് TV ഓഫ് ചെയ്തതിന് ആത്മഹത്യ ചെയ്ത ചെറുപ്പക്കാരികളുണ്ട്, കുട്ടികളുണ്ട്, കൗമാരപ്രായക്കാരായ കുട്ടികളുണ്ട്. എന്തുകൊണ്ടാണിത്? പ്രധാനപ്പെട്ടൊരു കാരണം ഇന്നത്തെ കുട്ടികൾ തൊട്ടാവാടികളാണ്. അവർക്ക് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള കഴിവില്ല. അവർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളോട് ഒത്തുപോകാനുള്ള പ്രയാസമാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ 10-30 കൊല്ലമായി മാറിയ ജീവിത സാഹചര്യങ്ങൾ, നമ്മളിലുണ്ടാക്കിയ ഉപഭോഗ സംസ്കാരം, സുഖഭോഗ വസ്തുക്കളോടുള്ള നമ്മുടെ തൃഷ്ണ, അതുപോലെ നമ്മുടെ മനസ്സിനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ദുരഭിമാനം, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. എന്നോട് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയം ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി റിലേഷൻസ്. ഞാൻ പാലക്കാട് ജില്ലയിലെ ചൈൽഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നെറ്റ്വർക്കാണിത്. ഓരോ ജില്ലയിലും അതിനൊരു ഓഫീസുണ്ട്. 1098 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ. വെറുതെ 1098, വേറെ കോഡുകളൊന്നും ആവശ്യമില്ല. ഞങ്ങൾ കുട്ടികളുമായിട്ട് ധാരാളം ഇടപഴകുന്നു. നമുക്കറിയാം 18 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായിട്ട് കൂട്ടുന്നത്. ലോകത്തിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. 18 വയസ്സ് കഴിയാതെ ഒരു സ്ഥലത്തും ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുകയില്ല. യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ വളരെ കൃത്യമായിട്ട് നിയമം നോക്കുന്നു. നമ്മുടെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ നിയമത്തിന് മറികടക്കുന്നു. ലൈസൻസ് ഇല്ലാതെ ധാരാളം പേര് വണ്ടി ഓടിക്കുന്നു. അതുമാത്രമല്ല, ഫോർജ്ഡ് ലൈസൻസ് ആയിട്ടും ഒത്തിരി കുട്ടികൾ വണ്ടി ഓടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ മകന് 17 വയസ്സ്, അവനൊരു വണ്ടി ഓടിച്ചിട്ട് നടന്നു പോകുന്ന ഒരാളെ മേൽ തട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇപ്പം അവർ നിർബന്ധമായിട്ടും പറയുന്നു കേസ് കൊടുക്കണമെന്ന്. ഞാനെന്ത് ചെയ്യും? അച്ഛനില്ല കുട്ടിക്ക്, അമ്മയും മകനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ കുറച്ച് കൂടി സ്വാതന്ത്ര്യം അനുവദിച്ചായിരിക്കണം. ഈ സാഹചര്യത്തിൽ കുട്ടി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കണം. അതിന് കുട്ടിയുടെ നിയമങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും നിയമത്തെ മറികടക്കുന്നവരാണ്. അത് തന്നെയാണ് നമ്മുടെ ഒരു പ്രശ്നം. എല്ലാ നിയമത്തിനും കഴിവുകളുണ്ട് എന്നുള്ള സാധ്യത നമുക്കറിയാം. അത് വെച്ചിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒട്ടേറെ നിയമങ്ങൾ മറികടക്കുന്നു. ഇതൊക്കെ കണ്ടും കേട്ടും കുട്ടികൾ പഠിക്കുന്നു. എന്തുകൊണ്ട് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വണ്ടി ഓടിക്കുന്നത് തടയാൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല? 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിവാഹം ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കോളുകൾ വരുന്നുണ്ട്. ഞങ്ങൾ അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ പലപ്പോഴും എതിർപ്പുകൾ നേരിടേണ്ടതായിട്ട് വരുന്നു. വീട്ടുകാർ പറയുന്നതൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞു, ഇനി അത് പിന്മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്, മാനക്കേടാണ്. എന്തുകൊണ്ട് ഇത് തീരുമാനമാക്കുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ചെയ്തുകൂടാ? അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നിയമമൊക്കെ അറിയാമെങ്കിൽ തന്നെയും എല്ലാത്തിനും ഒന്ന് നമ്മുടേതായ സൗകര്യത്തിന് വേണ്ടി വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ഇനി നിങ്ങൾ ചിലർക്കെങ്കിലും ഞാൻ പറയുന്നതിനോട് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാം കണ്ടുപിടിക്കാനായിട്ട്. ഞാൻ ഒരു 3.5 വർഷമായിട്ട് പാലക്കാട് ജില്ലയിലും കേരളത്തിലൊട്ടാകെയും ഇങ്ങനെയുള്ള സാധ്യതകളുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് പറയുന്നത്. ഇന്ന് ഞാൻ മനസ്സിൽ എപ്പോഴും വളരെ വിഷമിക്കുന്ന ഒരു സങ്കടമുണ്ട്. ഞാൻ കാരണം ഒരു സ്ത്രീ മരിച്ചു, അല്ലേ? സാധാരണ രീതിയിൽ അങ്ങനെ ആരൊക്കെ പറഞ്ഞപ്പോൾ ജയിലിൽ പോകേണ്ടി വരും ഓപ്പണായിട്ട്. ഞാൻ കാരണം ഒരു സ്ത്രീ മരിക്കാൻ കാരണമായി, ഒരു സ്ത്രീ മരിക്കാൻ കൊല്ലപ്പെടാൻ ഞാൻ കാരണമായി. ഒരു
ചെറിയൊരു ഇത് സ്ഥലത്ത് പാലക്കാട്, ഇതെല്ലാം പാലക്കാട് ജില്ലയിലത്തെ അനുഭവങ്ങളാട്ടോ, ഒന്ന് പുറത്തെ അനുഭവങ്ങളോ നോർത്ത് ഇന്ത്യയിലെ അനുഭവങ്ങളൊന്നുമല്ല. അപ്പോ ഒരു അച്ഛൻ ദുബായിലായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അച്ഛൻ ദുബായിലായ കുട്ടി ഉണ്ടായപ്പോൾ അവനൊരു വീഡിയോ ഗെയിം കൊണ്ടുവരും. കുട്ടികളുടെ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് അച്ഛനമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എത്രയൊക്കെ ശ്രദ്ധിച്ചാലും അവർ കൊണ്ടുപോകും, എന്നാലും ശ്രദ്ധിക്കണം. ഈ വീട്ടിലെ സാധനങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവന്നു, അത് മൊബൈൽ ഫോണാണ് ശരി, വീഡിയോ ഗെയിംസ് ആണെങ്കിൽ ശരി, എന്തെങ്കിലും അവർക്ക് അവിടെ പോയി ഷൈൻ ചെയ്യാൻ എന്തെങ്കിലും എടുത്തിട്ട് പോകും. വീട്ടിലത്തെ ഒരു സാധനങ്ങൾ എടുത്ത് അവിടെ കൊണ്ടുപോയിട്ട്. അപ്പൊ ഈ ഒരു കുട്ടി, ദുബായിലെ അച്ഛനുള്ള കുട്ടി, ഇവിടെ അമ്മയും മുത്തശ്ശിന്റെയും കൂടെ താമസിക്കാനും പഠിക്കാൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അവർ. സാധാരണ ഒരു സർക്കാർ സ്കൂളിൽ, പാലക്കാട് നഗരത്തിന് പുറത്തൊരു സർക്കാർ സ്കൂളിൽ പഠിക്കുക. 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായവൻ പയ്യൻ. അപ്പോ അവൻ മൊബൈൽ ഫോണിന്റെ അടുത്ത് ഈ വീഡിയോ ഗെയിം എടുത്ത് സ്കൂളിൽ കൊണ്ടുപോയി. സ്കൂളിൽ പോയി എല്ലാവരെയും കാണിച്ച് കുട്ടികളൊക്കെ ആകെ അത്ഭുതപ്പെട്ടു, അയ്യോ എന്തൊരു നല്ല സാധനം എന്നൊക്കെ. പക്ഷെ തിരിച്ചു വരുമ്പോൾ അവന്റെ ബാഗിൽ വീഡിയോ ഗെയിം ഇല്ല. അത് വേറൊരു കുട്ടി തട്ടി അല്ലെങ്കിൽ പൊക്കി എന്നൊക്കെ പറയില്ല, അവിടെ സാധനമില്ല, പോയി. അപ്പൊ എല്ലാവരോടും ചോദിച്ചു, ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാവരും കൂടെ ഒരു പയ്യനെ പോയിന്റ് ഔട്ട് ചെയ്തു. അവരൊക്കെ കൂടെ ഇവനായിരിക്കും, ഇവൻ സ്ഥിരം മോഷ്ടാവാണ്, പേന മോഷ്ടിക്കും, അത് മോഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സംഭവം സത്യമായിരുന്നു, അവൻ തന്നെയാണ് എടുത്തിരുന്നത്. അപ്പൊ ഈ പയ്യൻ തിരിച്ചു പോകുന്ന സമയത്ത്, രണ്ടുപേരും കൂടെ വീടും അടുത്തടുത്താണ്, രണ്ടുപേരും തിരിച്ചു പോകുന്ന സമയത്ത് ഇവനെ കള്ള, അവന്റെ ഒരു ജാതി പേരുണ്ട്, ആ ജാതി പേരും കൂടെ ചേർത്തിട്ട് കള്ള എന്ന് പറഞ്ഞ് അവനെ വിളിച്ചു. അപ്പൊ അവൻ അവിടെ ഒട്ടനെ കയ്യിലുണ്ടായി, തൊട്ടടുത്തൊരു ഒരു കല്ലാണ്, കരിങ്കല്ലെടുത്ത് മറ്റവന്റെ തലയിൽ എറിഞ്ഞു. ഇവനെ കള്ളാന്ന് വിളിച്ചതിന്റെ ധൈര്യത്തിന് കല്ലെറിഞ്ഞ് ആ കുട്ടിയുടെ തല പൊട്ടി വലിയ മുറിവായി. കൊലപാതക ശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത്. 308 ഈ പയ്യനെ പിടിച്ചു, ജൂനിയർ കോടതിയിലൊക്കെ അച്ഛനമ്മമാരുടെ ചോദിക്കും എന്താ മകൻ, അവനങ്ങനെ ചെയ്യേയില്ല, അവൻ നമുക്കറിയണ കുട്ടിയല്ലേ, എനിക്കറിയാം, ചെയ്യേയില്ല എന്ന് പറഞ്ഞു. അവസാനം വിചാരണയ്ക്ക് വന്നു. അപ്പൊ കോടതി ഈ കുട്ടികളായതുകൊണ്ട് ഉറപ്പാണ് ഇവരെ 3 കൊല്ലത്തേക്ക് ഈ കേസിൽ ശിക്ഷിച്ചാൽ ഇവരെ 3 കൊല്ലത്തേക്ക് സ്പെഷ്യൽ ഹോം പറഞ്ഞ സ്ഥലത്തേക്ക് അയക്കണം. അപ്പൊ വീട്ടിൽ തന്നെ പോവും, അങ്ങനെ ചെയ്യാണ്. അപ്പൊ അവരടുത്ത് ചോദിച്ചു, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് കേസ് തീരാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ കുട്ടിയുടെ അമ്മയും മുത്തശ്ശിയും വരും, അവര് എന്ത് തരത്തിലും കേസ് തീരാൻ തയ്യാറല്ല, അവർക്ക് കേസ് നടത്തണം, ഇവനെ ജയിലിലേക്ക് അയക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ജയിലിലേക്ക് അയക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം, പക്ഷെ അത് പറഞ്ഞില്ല. അവസാനം കേസ് അയക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് ഗൾഫിൽ നിന്ന് ഫോൺ വന്നു, സാറാണല്ലേ കേസ് നടത്തുന്നത് പറയും കുട്ടിയുടെ അച്ഛൻ. അല്ല, അത് ഈ കേസുമായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്, നമ്മളായിട്ട് എന്തിനാ ഒരു പയ്യന്റെ ഭാവി കളയുന്നത്, അതുകൊണ്ട് കേസ് തീരാൻ തയ്യാറാണ്, ഞാൻ ഇന്ന ദിവസം 2 മാസം കഴിഞ്ഞ് ഞാൻ ലീവിലേക്ക് വരും, അതുവരെ സാറൊന്ന് നീട്ടിത്തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ നീട്ടിത്തരാമെന്ന് പറഞ്ഞ് കോടതി അറിയിച്ചു, നിർത്തിയത്. അവസാനം കുട്ടിയുടെ അച്ഛൻ, അമ്മ, വല്യമ്മ, ഉമ്മ എല്ലാവരും കൂടെ വന്നു, ഇവരുടെ ആൾക്കാരും ഒക്കെ വന്നു. അപ്പോഴും ഈ കുറ്റവാളിയായിട്ടുള്ള കുട്ടിയുടെ അച്ഛൻ പറയുന്നത്, അമ്മയും പറയുന്നത്, എന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ അങ്ങനത്തെ ടൈപ്പേ അല്ലാതെ പറയുന്നത്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത്, ഏറ്റവും ബുദ്ധിമുട്ട് ആ മുത്തശ്ശീനായിരുന്നു. ഇവരുടെ ഈ കുട്ടി പരിക്ക് പറ്റിയ കുട്ടിയുടെ മുത്തശ്ശി. ഈ പരിക്ക് പറ്റിയ കുട്ടിക്കാണെങ്കിൽ ഒരു ഭാഗം തളർന്നു പോയി, പിന്നീട് ഒരു വിധമായി ആ സ്കൂളിൽ മാറി, ആ കൊല്ലം 9ാം ക്ലാസ് തോറ്റു, വേറൊരു സ്കൂളിലേക്ക് മാറി, അവന്റെ ലൈഫ് തന്നെ മാറിപ്പോയി, ജീവിതം തന്നെ താളം തെറ്റി, വഴി തെറ്റിപ്പോയി. അപ്പോ അവരുടെ മുത്തശ്ശീനെയൊക്കെ കൺവിൻസ് ചെയ്ത്, എന്താ വെച്ചാൽ ഈ കുറ്റകൃത്യം കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആക്കി. അവസാനം കൺവിൻസ് ചെയ്ത് ഒരുവിധം സെറ്റിൽ ചെയ്ത് പറഞ്ഞയച്ചു. ഇപ്പൊ പോകുമ്പോ തന്നെ ഇത് ആവർത്തിക്കരുത് പറഞ്ഞാൽ എന്നെ ആവർത്തിക്കരുത് പറഞ്ഞപ്പോ ഇപ്പോഴും എനിക്ക് എന്റെ മനസ്സിൽ മുഴങ്ങുന്ന ശബ്ദം അവന്റെ അച്ഛൻ അമ്മ പറഞ്ഞതാ, അതിന് കുറ്റം ചെയ്താലല്ലേ ആവർത്തിക്കാൻ പറ്റുള്ളൂ, ചെയ്യാത്ത കുറ്റം എന്താ ആവർത്തിക്കണമെന്ന് വെച്ചാൽ എന്നോടൊന്ന് മറിച്ചു. അപ്പൊ ഞാൻ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഞാൻ സംസാരിച്ചതെന്ന് പറഞ്ഞു. സംഭവമൊക്കെ എല്ലാം കഴിഞ്ഞു. ജൂനിയർ കോടതിയിലെ പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ മാറും, കുറച്ച് കഴിഞ്ഞാൽ മാറും. ഞാൻ വേറൊരു കോടതിയിലേക്ക് വന്നു കഴിഞ്ഞു. ഒരു ദിവസം പത്രത്തിലെ വാർത്ത വായിച്ചപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്നുവെച്ചാൽ ഈ പയ്യന്റെ പേര് എനിക്ക് അത്ര ഫെമിലിയർ ആയിരുന്നു, ഞാൻ അത്ര 2 കുടുംബത്തിനെ അത്രത്തോളം ഞാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ പയ്യൻ നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, 2-3 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടടുത്ത വീട്ടിലെ പെൺകുട്ടീനെ അടിച്ച് സ്വർണ്ണമാല മോഷ്ടിച്ചപ്പോ എതിർത്തപ്പോ ആ സ്ത്രീയുടെ തലയിൽ അടിച്ചു കൊന്നു, ഒരു ചാക്കിൽ കെട്ടി ഒളിപ്പിക്കാൻ ശ്രമിച്ചു. 15 വയസ്സുള്ള കുട്ടിയെ ചെയ്തെന്ന് ഓർക്കണം, 15 വയസ്സുള്ള കുട്ടിയായിട്ട്. അതിന് സഹായിക്കാനായിട്ട്, ചാക്കിൽ ഒളിപ്പിക്കാൻ സഹായിക്കാനായിട്ട് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല, അച്ഛന്റെ സഹായം പറയാനായിട്ട്. അവസാനം വീണ്ടും ഒരു കോടതിയിൽ എനിക്ക് പോണ്ടി വന്നു, വേറൊരു പ്രോസിക്യൂട്ടർ വരാത്തപ്പോ വീണ്ടും പോയി വന്നപ്പോ എന്റെ മുമ്പ് തന്നെ ഇതേ ആൾക്കാർ വന്നു. അപ്പൊ പറഞ്ഞു, അന്ന് ആ പയ്യനെ 3 വർഷം ശിക്ഷിച്ചിട്ട് അന്ന് സ്പെഷ്യൽ ഹോമിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കുറ്റകൃത്യം നടക്കില്ലായിരുന്നു. അന്ന് ഇവൻ നല്ല നേരായ രീതിയിൽ വന്നോട്ടെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് സെറ്റിൽ ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ആ സ്ത്രീ മരിക്കാൻ കാരണം. അപ്പൊ ഞാൻ ഇപ്പോഴും ആലോചിക്കും, നമ്മളെ ഒരു തരത്തില് കുട്ടികളാണല്ലോ നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെ, എല്ലാവരുടെ വീട്ടിലും കുട്ടികളുണ്ട്, നമ്മുടെ അനിയന്മാരുണ്ട്, നമ്മൾ വളർന്ന പ്രായം എല്ലാം കണക്കിലാക്കും. 10 വർഷം അതേ നിയമത്തിന്റെ പരിരക്ഷണത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികളെ കുറിച്ചുള്ള രീതിയിൽ മോശമായിട്ട് പെരുമാറുന്ന കുട്ടികളെ കുറിച്ച് നമ്മൾ ആലോചിക്കും.